ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഗോബി മഞ്ചൂരിയനാണ്. അതിന് ഞാൻ ഒരു പാത്രത്തിനകത്തേക്ക് കുറച്ച് ഒന്നര സ്പൂണ് കോൺഫ്ലോറും 1.5 സ്പൂണ് മൈദയും കൂടി മിക്സ് ചെയ്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുറച്ച് കുരുമുളകും പിന്നെ ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുരുമുളക് അത്രയിട്ട് നമുക്ക് അതിനെ മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മതി കേട്ടോ. ഒരുപാടങ്ങ് അഴഞ്ഞു പോകരുത്. ഒരുപാടങ്ങ് അഴഞ്ഞു പോകാത്ത രീതിയിൽ അതിനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ കോളിഫ്ലവർ ഞാൻ തിളച്ച വെള്ളത്തിലിട്ട് 1 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ഉപ്പിട്ടാണ് കേട്ടോ അത് തിളച്ച വെള്ളത്തിനകത്തിട്ടത്. എന്നിട്ട് 1 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ഊറ്റി മാറ്റി വെച്ചിരുന്നതാണ്. അതിൻ്റെ വെള്ളം ചോർന്ന് പോകാൻ വേണ്ടിയിട്ട് കണ്ണുള്ള പാത്രത്തിലേക്ക് ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഇത് കുറേശ്ശെ ഇട്ട് വറുത്തെടുക്കാം. നല്ലോണം മുരിഞ്ഞിട്ട് നല്ല ക്രിസ്പിയായിട്ട് കിട്ടും കേട്ടോ. അങ്ങനെയൊന്ന് വറുത്തെടുക്കാം. അത് വറുത്തെടുത്ത് മാറ്റിക്കഴിഞ്ഞ് നമുക്കതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഞാൻ 1 കുടം വെളുത്തുള്ളി മുഴുവൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ്. സവാള ഉള്ളി കുറച്ച് മുഴുത്ത കഷ്ണങ്ങളായിട്ടാണ് നുറുക്കിയിട്ടിരിക്കുന്നത്. അതും ഒരു 2 പച്ചമുളകുണ്ട്. 1 സവാളയാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. 2 പച്ചമുളകുണ്ട്. ചുരുവിടാന്നരിഞ്ഞതാണ്. അത് അങ്ങോട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരുപാട് വേണ്ട കേട്ടോ, കുറച്ച് മതി. അതിന് നന്നായിട്ടൊന്ന് വാടി കിട്ടണം. ആ സമയത്ത് നമുക്ക് ഈ കോൺഫ്ലോർ ഇതും കലക്കി വെച്ചിരുന്ന അതേ പാത്രത്തിലേക്ക് തന്നെ കെച്ചപ്പിൻ്റെ 1 സ്പൂൺ ഒഴിച്ച് കൊടുത്ത് ഇനി സോയാ സോസ് കൂടി ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് കോൺഫ്ലോറും കൂടി ചേർത്ത് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് അത് നമുക്കൊന്ന് ചെറിയ അയവിൽ ഒന്ന് എടുക്കാം, കലക്കിയെടുക്കാം. അപ്പോഴേക്കും നമ്മളിതാ ക്യാപ്സിക്കം അരിഞ്ഞ് വെച്ചിരുന്നത് ആ ഉള്ളിക്കകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ കലക്കി വെച്ചിരുന്ന കോൺഫ്ലോറും സോസും എല്ലാം കൂടി ഇട്ട് അതിനകത്തേക്ക് നമ്മൾ കോളിഫ്ലവറും കൂടി ഇട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള ഗ്രേവി ഉണ്ടായിരിക്കണം കേട്ടോ. അത് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ. മല്ലിയിലയും കൂടി തൂവി കഴിഞ്ഞപ്പോൾ അത് കറി റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റിയാണ്. ഉണ്ടാക്കി നോക്കാം.